ഹലോ, ഡോക്ടർ ആഷിഖാണ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BDS എന്നുള്ള കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ആ കോഴ്സിൻ്റെ ഓവർവ്യൂ ആണ്. എന്താണ് BDS എന്നുള്ള ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ? നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ട്, ആക്ച്വലി BDS ഡോക്ടേഴ്സ് തന്നെയാണോ എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻസ് പലരും കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൊസൈറ്റിയിൽ BDS എന്നുള്ള കോഴ്സസിൻ്റെ എന്താണ് അതിൽ നടക്കുന്നത് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയനെ കുറിച്ചോ അത്രത്തോളം അവയർഡ് അല്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും പല്ല് ഡോക്ടർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് ആണോ എന്ന രീതിയിൽ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സബ്ജക്ട്സിൻ്റെ ഓൾമോസ്റ്റ് ഒരു 60-70% നമുക്ക് പഠിക്കാനുണ്ട്. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ എമർജൻസീസും ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ ഒരു 5.5 വർഷത്തെ സിലബസ് നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഏതൊരു പേഷ്യൻ്റ് ഏതൊരു രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും BDS പ്രാപ്തരാവണം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്ക് സ്പെസിഫിക്കലി ഒരു കാര്യം മാത്രം ചികിത്സിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് BDS അല്ലെങ്കിൽ നമ്മുടെ ഡെൻ്റൽ എന്നുള്ള ഏരിയ. നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഹെഡ് ആൻഡ് നെക്ക്, അതായത് നമ്മളുടെ കഴുത്തും അതുപോലെ തന്നെ നമ്മളുടെ മുഖവും അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലുകളും പല്ലുകളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെൻ്റൽ അവെയർനെസ്സും അതുപോലെ തന്നെ ഡെൻറ്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് അസുഖങ്ങളുടെ ഇനീഷ്യൽ സിംറ്റംസ് നമ്മളെ ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ മൗത്തിൻ്റെ ഉള്ളിലാണ് ആദ്യം വിസിബിൾ ആവുക. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുടെ അസുഖങ്ങളുടെ എറ്റിയോളജി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വായിൽ വരുന്ന ഇൻഫെക്ഷൻസുകൾ, അതുപോലെ തന്നെ വായിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറേ അസുഖങ്ങൾ നമുക്ക് നമ്മുടെ പേഷ്യൻസിലോട്ട് എത്തുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ BDS എന്നുള്ളതും അല്ലെങ്കിൽ ഡെൻ്റൽ അസുഖങ്ങളോ അല്ലെങ്കിൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതും. ഈ കോഴ്സിൻ്റെ ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മെഡിക്കൽ സബ്ജക്ട്സും നമ്മൾ MBBS സ്റ്റുഡൻസ് പഠിക്കുന്ന എല്ലാ മെഡിക്കൽ സബ്ജക്ട്സും ഈ 4.5 വർഷത്തിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലിനിക്കലായിട്ടുള്ള എല്ലാ ഡെൻ്റൽ സബ്ജക്ട്സുകളും അതുപോലെ തന്നെ ഡെൻറ്റിസ്ട്രി പ്യുവർലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഡെൻ്റൽ സബ്ജക്ട്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഓൾമോസ്റ്റ് 90 സബ്ജക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ വരെ മെഡിക്കൽ സബ്ജക്ട്സും ഫൈനൽ ഇയറിൽ എക്സ്ക്ലൂസീവ്ലി ഡെൻ്റൽ സബ്ജക്ട്സുമാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഇൻറ്റേൺഷിപ്പാണ് ചെയ്യുക. നമ്മൾ പ്യുവർലി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ അസുഖങ്ങളെ മനസ്സിലാക്കി നമ്മുടെ പേഷ്യൻസിന് വേണ്ട എല്ലാ സൊല്യൂഷൻസും നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. BDSൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഇയർ ഓൺവേർഡ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൺസൾട്ടേഷൻ അല്ല, നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻ്റ് ഇഷ്യൂ മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് പല്ല് പറിക്കുന്നത്, പല്ല് വെച്ച് കൊടുക്കുന്നത്, പല്ല് അടക്കുന്നത്, പല്ല് ക്ലീൻ ചെയ്യുന്നത് പോലത്തെ ബേസിക് ചികിത്സകൾ നമ്മൾ തേർഡ് ഇയർ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ എല്ലിൻ്റെ ഉള്ളിൽ പല്ല് കുടുങ്ങി കിടക്കുന്ന പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് വരെ നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൽ ഉണ്ടാവുക. അപ്പോൾ പേഷ്യൻ്റ് എക്സ്പോഷറും പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കോഴ്സും കൂടിയാണ് ഈ ഒരു കാര്യം എന്നുള്ളതാണ്. കരിയർ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഫറൻ്റ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്, പല ഏരിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഭയങ്കര ഗേറ്റഡായിട്ട് ഭയങ്കര കോൺസെപ്റ്റുവലായിട്ട് ഈ ഒരു കോഴ്സിന് കൊണ്ടുപോകേണ്ടി പറ്റുകയാണെങ്കിൽ ഫൈനൽ ഇയർ കഴിഞ്ഞ് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത് മൂവ് ചെയ്യേണ്ടി പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 9 സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്. ഈ 9 സ്പെഷ്യാലിറ്റിയിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു BDS ഡോക്ടറെ സംബന്ധിച്ച് അവർ ആക്ച്വലി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പോലത്തെ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയയിലെ സ്കില്ല് പർട്ടിക്കുലർലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BDS പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഏരിയയിലുള്ള സ്കില്ല് ഡെവലപ്പ് ആവുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പോലെ ഒരു MDS എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു എക്സ്ക്ലൂസീവ്ലി ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി വർക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻറ്റ് മേഖലയിലോട്ട് കൺവേർട്ട് ചെയ്ത് മൂവ് ചെയ്യാനുള്ള സാധ്യതകളൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് BDS എന്നുള്ളത്. നിങ്ങൾ കമ്മിറ്റഡോടുകൂടി ഒരു കോഴ്സിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളൊരു കോഴ്സും കൂടിയാണ്.